13-ാം വയസ്സിൽ 10 പശുക്കളെ മേയ്ക്കുകയാണ് കുട്ടി ക്ഷീരകർഷകനായ മലപ്പുറം വൈലത്തൂർ സ്വദേശി ബിൻഷാദ്. പാല് വിതരണം ചെയ്തു തുടങ്ങിയ ബിൻഷാദ് ഇന്ന് പശുവിനെ മേയ്ക്കാനും കറക്കാനുമെല്ലാം വിദഗ്ധനാണ്. പുതുതലമുറയിലെ കുട്ടികൾക്ക് ഒരു മാതൃകയാണ് ബിൻഷാദ്. വല്യപ്പയുടെയും ഉപ്പയുടെയും ജീവിതചര്യ കണ്ട മോഹം തോന്നിയാണ് ജിൻഷാദ് എന്ന കൊച്ചുമിടുക്കൻ പശു വളർത്തലിലേക്ക് എത്തുന്നത്. വീടുകളിൽ പാല് കൊടുത്തു തുടങ്ങിയ ബിൻഷാദ് പതിയെ പശു വളർത്തലിന്റെ മറ്റു മേഖലകളിലേക്ക് കൂടി കടന്നു ചെല്ലുകയായിരുന്നു. രാവിലെ മദ്രസ വിട്ടു വന്നാൽ 7:30 പശുക്കളെ തൊഴുത്തിൽ നിന്നിറക്കി വെള്ളം കൊടുക്കുന്നതും പുറത്തു മേയാൻ കൊണ്ട് കെട്ടുന്നതുമെല്ലാം ബിൻഷാദാണ്. വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന ശേഷം പശുക്കളെ അഴിച്ചു കൊണ്ടുവന്ന പശുക്കളെ കറന്ന് തൊഴുത്തിലാക്കിയ ശേഷമാണ് ഉറക്കം. എൻ്റെ ആഗ്രഹം വെച്ചാൽ കളക്ടർ ആവാനാണ്, ഗ്രീൻ കളക്ടർ ആവാനാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ കുറേ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ വയൽ കുന്നൊക്കെ അടിച്ച് നികത്താണ്. അപ്പോൾ അതിന് പരിഹാരം ഞാൻ ഉദ്യോഗസ്ഥനായാൽ ഫസ്റ്റ് പ്രകൃതിനെ കുറിച്ച് ഇതാക്കും. 285 വീടുകളിൽ ബിൻഷാദ് പാൽ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കണക്ക് കഥബുക്ക് എന്ന ആപ്പിൽ സൂക്ഷിക്കും. ഈ ആപ്പിൻ്റെ പ്രവർത്തനം യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഈ മിടുക്കൻ. തൻ്റേതായ ലോകത്ത് കളിച്ചു നടക്കാനും ഇതിനിടയ്ക്ക് ബിൻഷാദ് സമയം കണ്ടെത്തുന്നുണ്ട്. പഠനത്തിൽ മിടുക്കനായ ബിൻഷാദിന് ആഗ്രഹം പ്രകൃതിയെ സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ഹരിത കളക്ടർ. ബിൻഷാദിൻ്റെ ഉപ്പ സലീം ചെറുപ്പത്തിൽ തൻ്റെ പിതാവിനൊപ്പം പശു വളർത്തൽ ആരംഭിച്ച ഇന്ന് മികച്ച ഒരു ക്ഷീര കർഷകനാണ്. ഇതിലെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ, പിന്നെ ഭാര്യ, എൻ്റെ ഉമ്മ, എല്ലാവരും എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചാണ് ഇത് കൈകാര്യം ചെയ്തു പോകുന്നത്. അല്ലാതെ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും കഴിയില്ല. പണിക്കാരെ വെച്ചുകൊണ്ട് ഈ ഫാം നടത്തി വിജയിക്കാമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. നമ്മളെല്ലാവരും ഇതിലിറങ്ങി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ 100% വിജയിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പശുവിൻ്റെ അടുത്ത് നമ്മളെ കണ്ണും കൈയും ഉണ്ടാവണം, എന്നെങ്കിൽ ഇത് വിജയിച്ചു. നമ്മളൊരു പശു വാങ്ങിയിട്ടുകാണ്ട് ആരെങ്കിലും ഏൽപ്പിച്ച് പോയാൽ ഒരു കാരണവശാലും അത് വിജയിക്കില്ല. നമ്മൾ 24 മണിക്കൂർ നമ്മൾ ആ പശുവിനെ പരിചരിച്ച് അതിൻ്റെ പറ്റും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുടുംബം പോറ്റാൻ വേറെ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ മക്കളാണ് ഇത് പാല് നമ്മളില്ലാത്ത സമയത്തും എല്ലാ സമയത്തും നമ്മളെ സഹായിച്ചുകൊണ്ട് ഒപ്പം പാല് കറക്കാനും കൊണ്ട കൊടുക്കാനും. ബില്ലിങ് എന്ന് പറഞ്ഞാൽ അതാണ് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം 250 വീട് പാല് കൊടുക്കുന്ന സമയത്ത് ബില്ല് എഴുതി ഉണ്ടാക്കാൻ ഭയങ്കര പണി. ഓരോരോ പേര് ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയാൽ നമുക്കതിനെ ആളെ പേരെന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മോൻ എന്ത് ചെയ്ത് ഒരു ആപ്പ് ഇത് ചെയ്ത് ആ ആപ്പിൽ എല്ലാ മാസം 30 ആപ്പ് ഉപയോഗിച്ചിട്ട് ആണ് ബില്ലിങ്ങും കാര്യമൊക്കെ എൻ്റെ മോനാണ് ചെയ്യൽ. അവന് ഞാൻ അതിൻ്റെ ഒപ്പം നോക്കലേ ഇല്ല. ബില്ലിൻ്റെ കാര്യങ്ങളും ഫുള്ള് അവൻ ചെയ്യും. ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. എല്ലാ മാസം 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ബില്ലിടും. ബില്ല് കൊടുത്താൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ അടിച്ചു വെക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാത പിന്തുടരുകയാണ് ഇന്ന് ബിൻഷാദും. വാളക്കുളം KHMSSൽ 9-ാം ക്ലാസ്സിലേക്ക് പാസ്സായിരിക്കുകയാണ് ബിൻഷാദ്. M5 ന്യൂസ്, മലപ്പുറം.